പറഞ്ഞതിങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, എന്റെ ഭർത്താവ് വിട പറഞ്ഞപ്പോൾ മുഖം കാണാൻ കഴിയാത്ത പട്ടിണിയിലാണ് ഞാൻ. എന്റെ വാപ്പ വിട പറഞ്ഞപ്പോഴോ ആ ഒരു കുടുംബത്തോട് നമുക്ക് സമാപനം കുറിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഉപ്പ അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിലാണ്, സക്കറാത്തിന്റെ വേദനയിൽ വന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല പൊന്നുമോളോടി വന്നു. വാപ്പാന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, വാപ്പാ അങ്ങ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ അങ്ങേക്ക് പകരം വെക്കാൻ ഇനി ആരുമില്ലല്ലോ ഉപ്പാ എന്ന് ദുഃഖത്തോടെ പോയവേ സക്കറാത്തിന്റെ വേദനയിൽ കിടന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, പൊന്നുമോളെ ആയിഷ, അന്ന് 20 വയസ്സാണ് ആയിഷ ബീവിയുടെ പ്രായം. അങ്ങനെ അല്ലല്ലോ മോളെ പറയേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 63 വയസ്സാണ്. മുത്തുനബിയുടെ അതേ പ്രായത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ആ സ്നേഹത്തിന്റെ നിദാനം പോലെ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ കണ്ടു, അലിയേ നീ എങ്ങാനും എന്നെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ മകൾക്ക് ഏറ്റവും നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നില്ലല്ലോ അലിയേ. വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള വേളയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാനെ, എന്റെ പൊന്നുമോള് സൈനബിനെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. അവള് മരിച്ചുപോയി. രണ്ടാമത്തെ മോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഇനിയും എനിക്കൊരു മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തരുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് കഥ പറഞ്ഞു. അപ്പോഴാണ് ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു, വലത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ നടുവിൽ നിന്നിട്ട് അവരുടെ ഇരു ചുമലുകളിലേക്ക് തന്റെ റിസാലത്തിന്റെ ഇരു കരങ്ങൾ എടുത്തു വെച്ചിട്ട് ഉറക്കെ പറഞ്ഞു, ഉമറേ അബൂബക്കറേ, വഹകദാ യദ്ഖുലു സാലിസാനി ഫിൽ ജന്ന, വഹകദാ യദ്ഖുലു സാലിസാനി ഫിൽ ജന്ന. അങ്ങനെയാണ് നമ്മൾ 3 പേര് സ്വർഗ്ഗത്തിൽ നിൽക്കുന്നത് അബൂബക്കറേ. അതുകൊണ്ടാണ് റൗളയിലും അങ്ങനെ തന്നെ കിടന്നുണങ്ങുന്നത്. സ്വർഗ്ഗത്തിൽ എങ്ങനെയാണോ ഒരുമിച്ച് കൂടുന്നത് അതേപോലെ റൗളയിലും ഒരുമിച്ച് കൂടി. മരണത്തിലും അങ്ങനെ തന്നെ. ഇതാണ് സ്നേഹത്തിന്റെ വസന്തമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു തന്നെ മുത്തുനബിയെ സലാം സലാം. 63-ാമത്തെ വയസ്സിലാണ് അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. 20 വയസ്സുകാരി പൊന്നുമോൾ ആയിഷ ബീവി വന്നിട്ട്, എന്റെ ഉപ്പ പോയാൽ ഇനി പകരമാരുമില്ലല്ലോ ഉപ്പ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, അങ്ങനെയല്ലല്ലോ മോളെ പറയേണ്ടത്, അങ്ങനെ പറയാനല്ലല്ലോ അല്ല പറഞ്ഞത്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീബ്. അതല്ലേ അല്ല പറഞ്ഞു തന്നത്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണം സുനിശ്ചിതമായി വന്നെത്തി. ദാലിക മാ കുൻത മിൻഹു തഹീബ്. നീ ഓടിയൊളിച്ച മരണം നിന്റെ മുമ്പിലെത്തിയല്ലോ. അങ്ങനെയല്ല പറയേണ്ടത്. സക്കറാത്തിന്റെ വേദനയിൽ പറയാൻ തുടങ്ങി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല ഇന്ന് കണ്ണീരോടെ ഉപ്പാന്റെ ിരുന്ന് പറഞ്ഞുവത്രേ, ഭർത്താവിന്റെ വഫാത്തിനും ആയിഷ ബീവി സാക്ഷിയാണ്. തന്റെ പ്രിയപ്പെട്ട ഉപ്പ വിട പറയുമ്പോൾ തൊട്ടുചാരത്തി പൊന്നുമോളുണ്ട്. സൗഭാഗ്യവതിയേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പാന്റെ മുമ്പിൽ നിന്നിട്ട് പറയാൻ തുടങ്ങി, വാബിയലു യുസ്തസ്കൂ ഗമാമു ബിവജ്ഹിഹി ഫിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. വാപ്പയുടെ പറയുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞു കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുവത്രേ, വാബിയലു യുസ്തസ്കൂ ഗമാമു ബിവജ്ഹിഹി. അങ്ങേ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴല്ല പിതാവേ ആകാശത്ത് നിന്നും മഴയുണ്ടായത്. ഹിമാലുൽ യതാമാ, അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ വാപ്പ അനാഥകളുടെ സംരക്ഷകനായിരുന്നുവല്ലോ. ഇസ്മത്തുൽ ലിൽ അറാമിലി,
ഇസ്മത്തുൽ ലിൽ അറാമിലി, എന്റെ ഉപ്പ അങ്ങത്ര വിധവകൾക്ക് മുതൽക്കൂട്ടായി മാറി. എന്റെ ഉപ്പ പോവുകയാണല്ലോ. അപ്പൊ സക്കറാത്തിൽ കിടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ അതെന്നെ കുറിച്ച് പറയേണ്ടതല്ല. ഫദാക റസൂലുള്ളാഹ്, ഫദാക റസൂലുള്ളാഹ്, അത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയേണ്ടതാണ് മോളെ. ഇതാണ് കുടുംബം, ഇതാണ് സ്വർഗത്തിലെ കുടുംബം. ഇത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പാടേണ്ടതാണ്, ഇത് നിന്റെ ഉപ്പയെ കുറിച്ച് പാടേണ്ടതല്ല. എന്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോ അഗതികളുടെ സംരക്ഷകനായിരുന്നുവല്ലോ, അനാഥകളുടെ സനാഥനായിരുന്നുവല്ലോ, അഗതികളുടെ ആരംഭമായിരുന്നല്ലോ. ഇല്ല മോളെ, നിന്റെ ഉപ്പയല്ല, ഇത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പാടേണ്ടതാണ്. ഫദാക റസൂലുള്ളാഹ്, അത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതാ. എന്നിട്ട് പറഞ്ഞു, മോളെ ആയിഷ, മോളെ ആയിഷ, വാപ്പാടെ മുഖവും ഒന്ന് മൂടാണ്, ഒരു വെള്ളത്തുണി എടുത്തുകൊണ്ട് വാ മോളെ. വാപ്പ സക്കറാത്തിൽ നിലവിളിക്കുമ്പോ വാപ്പാടെ മുഖവും ഉടലും മൂടാൻ ഒരു തുണി എടുക്കാൻ 20 വയസ്സുകാരി പൊന്നുമോളോടി. അടുത്തു നിന്ന സഹാബത്തിന് മനസ്സിലായി സക്കറാത്തിന്റെ വേദനയിലാണ്. സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഖദ് ജാഅ ഇലൈക തബീബ്, ഞങ്ങളൊരു വൈദ്യനെ വിളിച്ചു കൊണ്ടുവരട്ടെ, രോഗം കലശലാകുന്നുവല്ലോ, ഒരു വൈദ്യനെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരട്ടെയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, വൈദ്യൻ വന്നെന്നെ പരിശോധിച്ചിട്ട് തിരിച്ചു പോയതേയുള്ളൂ. ഒരു വൈദ്യൻ വന്നിരുന്നു, ആ വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് തിരിച്ചുപോയി. സഹാബത്ത് ചോദിച്ചു, പരിശോധന കഴിഞ്ഞ് വൈദ്യൻ പോയോ? പരിശോധിച്ചിട്ട് വൈദ്യൻ എന്താണ് പറഞ്ഞു തന്നത്? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, എന്നെ പരിശോധിച്ച വൈദ്യൻ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അന ഫആലുൽ ലിമാ ഉരീദ്, അന ഫആലുൽ ലിമാ ഉരീദ്, നീ എന്റെ അടുക്കലേക്കാണ് വരുന്നത്, നിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് എന്റെ വൈദ്യൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ആയിഷ ബീവി വെള്ളത്തുണിയുമായി ഓടി വന്നു, വാപ്പാടെ മുഖവും ശരീരവും മൂടി. പെട്ടെന്ന് സഹാബത്ത് ചോദിച്ചു, മഹാനവറുകളെ നിങ്ങൾ വിട പറയുകയാണല്ലോ, ഔസുനി യാ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളോടൊരു വസിയത്ത് പറഞ്ഞിട്ട് പിരിഞ്ഞു പോണേ. ആ സമയത്താണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഖദ് ഫതഹല്ലാഹു അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കി തരും. പക്ഷേ നിങ്ങൾ ലാ തൻസൂ ഹഖല്ലാഹ്, അപ്പോഴും അല്ലാഹുവിനോടുള്ള ഹക്കിനെ നിങ്ങൾ മറന്നു പോകരുത്. ഇത് പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹദിയായ ആയിഷ